കൂട്ടുകാരെ, ഭാരതത്തിന്റെ പ്രഥമ വിശുദ്ധയായ വിശുദ്ധ അൽഫോൻസാമ അനേകായിരങ്ങൾക്ക് സുവിശേഷത്തിന്റെ ആവേശം പകരുവാൻ അഗ്നി കൊളുത്തുവാൻ പീഠത്തിന്മേൽ വയ്ക്കപ്പെട്ട വിളക്കാണ്. കേരളത്തിൽ കുടമാളൂർ ഇടവകയിൽ മുട്ടത്തുപാടത്ത് കുടുംബത്തിൽ 1910 ആഗസ്റ്റ് 19 അന്നക്കുട്ടി പൂജാതയായി. വിശുദ്ധ അൽഫോൻസാമയുടെ ജീവിതത്തിലേക്ക് നമുക്കൊന്ന് കണ്ണോടിച്ചു നോക്കാം. ചെറുപ്പത്തിലെ തന്നെ കന്യാസ്ത്രീയാകണമെന്ന ആഗ്രഹം അവളുടെ മനസ്സിൽ നിറഞ്ഞിരുന്നു. കൊച്ചുത്രേസി പുണ്യവതിയോട് പ്രത്യേക ഭക്തി ചെറുപ്പത്തിലെ തന്നെ അവൾക്കുണ്ടായിരുന്നു. അവൾ കൊച്ചു കൊച്ചു കാര്യങ്ങളിലൂടെ വിശുദ്ധയാകാൻ ആഗ്രഹിച്ചിരുന്നു. അൽഫോൻസാമയുടെ പരിധിയില്ലാത്ത സ്നേഹവും പരാതിയില്ലാത്ത സഹനവുമാണ് അവളെ വിശുദ്ധിയുടെ സോപാനത്തിലേക്ക് എത്തിയതിലെ പിന്നിലെ രഹസ്യം. അമ്മയുടെ വേർപാട്, പേരമ്മയുടെ വളർത്തൽ, കഠിന ശിക്ഷണം, വിവാഹമുറപ്പിക്കൽ, ഉമിതിയിലെ പൊള്ളൽ, രോഗങ്ങൾ, കഷ്ടതകൾ, നീരസങ്ങൾ ഇവയെല്ലാം സന്തോഷത്തോടെ സ്വീകരിച്ചു. സഹനത്തിന്റെ കൂദാശയായിരുന്നു വിശുദ്ധ അൽഫോൻസാമയുടെ ജീവിതം. ആധുനിക കാലഘട്ടത്തിൽ വിശുദ്ധ അൽഫോൻസാമ നമ്മുടെ ജീവിതത്തിലേക്ക് സഹനത്തിന്റെ മാലാഖയാകുന്നത് എങ്ങനെയെന്ന് നമുക്ക് നോക്കാം. സഹനങ്ങളും വേദനകളും തന്നിൽ നിന്ന് എടുത്തു കളയുവാൻ അവൾ ഒരിക്കലും പ്രാർത്ഥിച്ചിരുന്നില്ല. പകരം അത് സഹിക്കുവാനുള്ള ശക്തി തരണമേ എന്നായിരുന്നു അവൾ പ്രാർത്ഥിച്ചിരുന്നത്. ഇന്നത്തെ കാലത്ത് ഒന്നും സഹിക്കാൻ തയ്യാറാകാതെ, വേദനകളും ദുഃഖങ്ങളും ഒന്നും താങ്ങാൻ കഴിയാതെ ലഹരിയിലും ആത്മഹത്യയിലും ആശ്വാസം കണ്ടെത്തുന്ന ഇക്കാലത്ത് ഉയർത്തപ്പെടുന്ന വെല്ലുവിളിയുടെ അടയാളമാണ് വിശുദ്ധ അൽഫോൻസാമ. എല്ലാ അർത്ഥത്തിലും ഭാരതത്തിന്റെ അഭിമാനമായി സഹനത്തെയും രോഗത്തെയും ദൈവത്തിന്റെ കൈവിരൽ തുമ്പുകളുടെ തലോടലായി അനുഭവിച്ച വിശുദ്ധ അൽഫോൻസാമ കരുണയുടെ തിരയൊടുങ്ങാത്ത സഹനമായിരുന്നു. ആ സഹനത്തിലെ മാലാഖ എന്നും നമ്മുടെ ജീവിതപാതയിൽ വെളിച്ചം പകരട്ടെ. ക്രിസ്തുവിനു വേണ്ടി ക്രിസ്തുവിനോട് കൂടി സ്നേഹിച്ച സഹിച്ച ആ വിശുദ്ധ എന്നും നമുക്ക് പ്രചോദനമാകട്ടെ. എല്ലാവർക്കും അൽഫോൻസാമയുടെ തിരുനാൾ മംഗളങ്ങൾ നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി.